കെ.പി. കുഞ്ഞിരാമ പിഷാരടിയുടെ നോവലാണ് ആനറാഞ്ചൻ. ഇതൊരു ഡിറ്റക്റ്റീവ് നോവലായിരുന്നു. കാഥികൻ കെടാമംഗലമാണ് ഈ നോവലിനെക്കുറിച്ചും ഇതിൻ്റെ സിനിമാ സാധ്യതയെക്കുറിച്ചും നടൻ സത്യനോട് പറഞ്ഞത്. സത്യൻ തെലുങ്കിലെ സിനിമാ നിർമ്മാതാവും സംവിധായകനുമായ ശ്രീ രാമുലു നായിഡുവിനോട് ആനറാഞ്ചൻ്റെ കഥ പറഞ്ഞു. അദ്ദേഹത്തിനിത് തമിഴ് സിനിമയാക്കാൻ താല്പര്യമുണ്ടാകുകയും നിഘണ്ടു രചയിതാവ് ടി രാമലിംഗം പിള്ളയെക്കൊണ്ട് തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. എം കരുണാനിധി തിരക്കഥയും സംഭാഷണവും എഴുതി എം.ജി.ആറും ഭാനുമതിയും അഭിനയിച്ച ഈ ചിത്രം 1954 ജൂലൈ 22 മലൈക്കള്ളൻ എന്ന പേരിൽ തമിഴ് സിനിമയായി പ്രദർശനം തുടങ്ങി. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ നിർമ്മിച്ച ഈ ചിത്രം തസ്കരവീരൻ എന്ന പേരിൽ മലയാളത്തിലും സിനിമയായി. നിർമ്മാണവും സംവിധാനവും ശ്രീ രാമുലു നായിഡു തന്നെ. തസ്കരവീരനായി സത്യൻ 3 വേഷങ്ങൾ ചെയ്തു. തിക്കുറിശി, കൊട്ടാരക്കര പി.എ. തോമസ്, എസ്.പി. പിള്ള, കുണ്ടറഭാസി, രാഗിണി, പത്മിനി, പ്രിയദർശിനി, കാഞ്ചന, ആറന്മുള പൊന്നമ്മ, സുകുമാരി, കെടാമംഗലം സദാനന്ദൻ എന്നിവരായിരുന്നു മറ്റ് താരങ്ങൾ. പക്ഷിരാജ ഫിലിംസിൻ്റെ ബാനറിൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ കെടാമംഗലം സദാനന്ദൻ സംഭാഷണം രചിച്ചു. 1957 നവംബർ 30 മലയാളത്തിൽ തസ്കരവീരൻ റിലീസായി. ഗാനരചന അഭയദേവ്, സംഗീതം എസ്.എം. സുബ്ബയ്യ നായിഡു, ഗായകർ ശൂലമംഗലം രാജലക്ഷ്മി, ശാന്ത പി. നായർ, പി. ലീല, ജമുന റാണി, പി.ബി. ശ്രീനിവാസ്, ലതാ മങ്കേഷ്കർ എന്നിവർ. 10 ഗാനങ്ങളാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. മായാവി എന്ന കൊള്ളത്തലവൻ. നാട്ടുകാരെല്ലാം ആകെ അമ്പരപ്പിലാണ്. ഓരോരുത്തരും അവനവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് മായാവി ആരെന്ന് ഊഹിച്ചു. വിക്രമനാണ് മായാവിയെന്ന് ചിലരുടെ വിശ്വാസം. അല്ല, ദൈവത്തിൻ്റെ അവതാരമാണെന്ന് വിശ്വസിച്ച ആളാണ് ഇൻസ്പെക്ടർ ശേഖരപിള്ള. വിഭാര്യനും സമ്പന്നനുമായിരുന്നു പണിക്കർ. പണിക്കർക്ക് ഒരു മകളുണ്ട്, ശോഭ. മകളെ വളർത്തിക്കൊണ്ടുവന്നത് പണിക്കരുടെ സഹോദരിയായ ശാന്തയായിരുന്നു. അവർ വിധവയുമായിരുന്നു. ശോഭയെ വിവാഹം കഴിക്കാൻ വിജയൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എന്തും ചെയ്യാൻ അയാൾ ഒരുക്കവുമാണ്. ഇത് മനസ്സിലാക്കിയ പണിക്കർ ശോഭയ്ക്ക് അനുരൂപനായ ഒരു ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ശ്രമം തുടങ്ങി. ഇതറിഞ്ഞ വിജയനാണെങ്കിലോ തൻ്റെ കിങ്കരനായ വിക്രമനെക്കൊണ്ട് ശോഭയെ തട്ടിയെടുപ്പിച്ചു. തൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് വിവരമറിഞ്ഞ മായാവി ശോഭയെ വിജയൻ്റെ കയ്യിൽ നിന്നും മോചിപ്പിച്ച് മലമുകളിലുള്ള തൻ്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. ശോഭയ്ക്ക് ആ സ്ഥലം ഇഷ്ടമായി. ശോഭയ്ക്ക് തസ്കരനോട് പ്രണയം തോന്നി. മായാവിക്കും ശോഭയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. വീട്ടിലെത്തിയ പണിക്കർ മകളെ കാണാതെ പരിഭ്രമിച്ചു. മായാവിയാണ് മകളെ അപഹരിച്ചതെന്ന് പരക്കെ വാർത്ത പടർന്നു. എന്നാൽ ഒരു ദിവസം ഖാൻ സാഹേബ് അബ്ദുൾ റഹീമിൻ്റെ വണ്ടിയിൽ ശോഭ വീട്ടിലെത്തി. വിജയൻ അടങ്ങിയിരുന്നില്ല. വിജയൻ്റെ മറ്റൊരു കയ്യാൾ പണിക്കരെ സൂത്രത്തിൽ വീട്ടിലെത്തിച്ച് ബന്ധനസ്ഥനാക്കി. അതിനുശേഷം പണിക്കരുടെ പേര് വെച്ച് ഒരു വ്യാജക്കത്ത് തയ്യാറാക്കി വിജയൻ്റെ കാമുകി ജാനകിയുടെ വശം ശോഭയ്ക്ക് കൊടുത്തയച്ചു. വിഷമിച്ചും പരിഭ്രമിച്ചും ശോഭ ഓടിയെത്തി. അവിടെ വെച്ച് ശോഭയെ ബലാത്സംഗം ചെയ്യാൻ വിജയൻ ഒരുങ്ങി. തക്ക സമയത്ത് അവിടെ എത്തിയ മായാവി വീണ്ടും ശോഭയെ രക്ഷിച്ചു. ഖാൻ സാഹേബിൻ്റെ സഹായത്തോടെ ഇൻസ്പെക്ടർ വീട് വളഞ്ഞു പണിക്കരെ മോചിപ്പിച്ചു. വിക്രമനെയും വിജയനെയും തടവിലാക്കി. മായാവി കൊന്നുകളഞ്ഞു എന്ന് കരുതിയ എല്ലാവരും തന്നെ ഇതിനകം തിരിച്ചു വരികയും അയാൾ കൊള്ള ചെയ്തു എന്ന് പറഞ്ഞിരുന്ന സമ്പത്ത് റാവു സാഹേബ് ഇൻസ്പെക്ടറെ തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു. മായാവി മാന്യനായി. പണിക്കരുടെ ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത ഖാൻ സാഹേബ് ശോഭയെ സ്നേഹിതനായ മായാവിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ശാന്ത ഇതിനെതിരായി. ഖാൻ സാഹേബാണ് മായാവിയുടെ വീരശൂര പരാക്രമങ്ങൾ വിവരിക്കുകയുണ്ടായത്. അവരതിൽ ആകൃഷ്ടരായി. എങ്കിലും ഖാൻ സാഹേബ് ശോഭയുമായി കൂടിയിരുന്ന് സംസാരിക്കുന്നത് ശാന്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ദേഷ്യപ്പെട്ടു. ഖാൻ സാഹേബ് അപ്രത്യക്ഷനായി. ഖാൻ സാഹേബും മായാവിയും ഒരാളാണോ എന്ന ശങ്ക ശക്തമായി. ഈ സമയത്താണ് മറ്റൊരാൾ എത്തുന്നത്, കുമാർ. നാട്ടിലെ അശരണർക്ക് അഭയവും റൗഡികളെയും കൊള്ളക്കാരെയും പേടിപ്പിച്ചും നടന്നിരുന്ന കുമാർ തൻ്റെ വിവരമെല്ലാം പുറത്താക്കുന്നു. തൻ്റെ ലക്ഷ്യ പൂർത്തീകരണത്തിനു വേണ്ടി പല വേഷങ്ങൾ ചെയ്ത താനാണ് ഖാൻ സാഹബായും മായാവിയായും പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്ന് അറിയിക്കുന്നു. സന്തുഷ്ടനായ പണിക്കർ ശോഭയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. ഇതായിരുന്നു തസ്കര വീരൻ്റെ കഥ.